Hello everyone, I am Soorya of 2018 MBBS Government Medical College Trivandrum. Today we will be dealing with the topic from anatomy, that is dural venous sinuses. So what's most important? നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഷോർട്ട് എസ്സേയും ഷോർട്ട് നോട്ട്സും ചോദിക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് എസ്സേ ബീയിങ് കാവേർണസ് സൈനസ്, പിന്നെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് മറ്റേ ചെറിയ ചെറിയ സൈനസായ സിഗ്മോയിഡ് സൈനസ്, സുപ്പീരിയർ സൈനസ് സൈനസ് ഒക്കെ ചോദിക്കാം. പിന്നെയും കുറേ സൈനസുകളുണ്ട്, അത് ചോദിക്കാം, വലിയ റെയറായിട്ടാണ് ചോദിക്കുക. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡ്യൂറൽ വീനസ് സൈനസ് ചിലപ്പോൾ ചോദിക്കാം. നമുക്ക് വേണമെങ്കിൽ ബാക്കി സൈനസിൻ്റെ ചോദിക്കാം. എക്സാമ്പിൾ കാവേർണസ് സൈനസ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ബോണസ് മാർക്കിനുള്ള ഇതായിട്ടും വരും. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഡയഗ്രാമായിട്ടും ചോദിക്കാം. സോ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡ്യൂറൽ വീനസ് സൈനസ്. നമ്മൾ ഇന്ന് എന്താണ് ഡ്യൂറൽ വീനസ് സൈനസ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ക്ലാസിഫിക്കേഷൻ പഠിക്കും. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാവേർണസ് സൈനസ് എന്താണെന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സൈനസിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യും കംപ്ലീഷൻ സീക്കിന് വേണ്ടിയിട്ട്. പിന്നെ അപ്ലൈഡ് ഇമ്പോർട്ടൻസ് നമ്മൾ ഇൻഡിവിജ്വൽ സൈനസിൻ്റെ കൂടെ നമ്മൾ ഡീൽ ചെയ്യും. അപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ഹെഡിൻ്റെ കൊറോണൽ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ലെയേഴ്സ് കാണാം. ഒന്ന് സ്കാൽപ്പ്, പിന്നെ സ്കള്ള്, പിന്നെ ഡ്യൂറ മാറ്റർ, അരക്കിനോയിഡ് മാറ്റർ, പയാ മാറ്റർ, പിന്നെ സെറിബ്ര. നമ്മൾ ഡ്യൂറ മാറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡ്യൂറ മാറ്റർ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് മെനിഞ്ചസ് ആണ്. മെനിഞ്ചസിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. അപ്പോൾ ഈ ഡ്യൂറ മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ രണ്ട് ലെയർ, ഒന്ന് മറ്റേ ബോണുമായിട്ട് ചേർന്നിരിക്കുന്ന ലെയറും ഒന്ന് ബ്രെയിനിന് ക്ലോസ് ആയിട്ടുള്ളത്. അതിനകത്ത് തൊട്ടടുത്ത് അരക്കിനോയിഡ് മാറ്റർ. അപ്പോൾ ഇത് രണ്ടിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കും. അപ്പോൾ രണ്ട് ലെയർ ഓഫ് ഒരു മെംബ്രെയിനാണ് ഡ്യൂറ മാറ്റർ. അപ്പോൾ അത് ഇങ്ങനെ ടൈറ്റ്ലി പാക്ഡ് ആണ്. അപ്പോൾ അതാണ് നമുക്കപ്പം ബോണിനോട് ക്ലോസ് ആയിട്ടിരിക്കുന്നതിനെ പെരിയോസ്റ്റിയൽ അല്ലെങ്കിൽ എൻഡോസ്റ്റിയൽ ലെയർ ഓഫ് ഡ്യൂറ മാറ്റർ എന്ന് പറയും. ബ്രെയിനായിട്ട് ക്ലോസ് ആയിട്ടുള്ള ലെയറിനെ മെനിഞ്ചിയൽ ലെയർ എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ട്രോപ്പിക് പ്രോപ്പറായിട്ട് ഇൻട്രാക്രൈനിയൽ ഡ്യൂറവീനസ് സൈനസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്യൂറ മാറ്ററിന് രണ്ട് ലെയർ ഉണ്ട്, എൻഡോസ്റ്റിയൽ ലെയർ, മെനിഞ്ചിയൽ ലെയർ. അപ്പം ഇത് എൻഡോസ്റ്റിയൽ ലെയർ, താഴെ മെനിഞ്ചിയൽ ലെയർ. അപ്പം ഈ ഡ്യൂറയുടെ തന്നെ ചില ഏരിയാസിൽ നമ്മുടെ എൻഡോസ്റ്റിയൽ ലെയറും മെനിഞ്ചിയൽ ലെയറും തമ്മിൽ സെപ്പറേഷൻ ഉണ്ടാകും. എന്നിട്ട് അവിടെ ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. അവിടെ നമുക്ക് ബ്ലഡ് ഫീൽഡ് ആയിട്ടിരിക്കും. അതിനെ നമ്മൾ ഡ്യൂറൽ വീനസ് സൈനസ് എന്ന് പറയുന്നു. അപ്പോൾ എന്തായിരുന്നു പറയേണ്ടത്? വീനസ് ചാനൽസ് പ്രസൻറ്റ് ഇൻ ദ ക്രേനിയൽ ഡ്യൂറ ഫോണ്ട് ബൈ ഐദർ സെപ്പറേഷൻ ഓഫ് ടു ലെയേഴ്സ് ഓഫ് ക്രേനിയൽ ഡ്യൂറ. അതായത് മെനിഞ്ചിയൽ ഡ്യൂറ എൻഡോസ്റ്റിയൽ ഡ്യൂറയും തമ്മിലുള്ള സെപ്പറേഷൻ്റെ അവിടെ ഒരു ക്യാവിറ്റി ഫോം ചെയ്ത് ഉണ്ടാകുന്നു. പിന്നെ വേറെ രീതിയിലും കൂടെ ഫോം ചെയ്യാം. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പറയാം, ഇത് മെനിഞ്ചിയൽ ലെയർ ഒന്ന് ഫോൾഡ് ചെയ്തേക്കുന്നതാണ്. അത് നമ്മുടെ ബ്രെയിൻ രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ ഇടയ്ക്കുള്ള ഫോൾസ് സെറിബ്രയാണ്. അത് നമ്മുടെ ഫോൾസ് സെറിബ്ര, അത് ഡ്യൂറ മാറ്ററിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. അത് മെനിഞ്ചിയൽ ലെയർ ഫോൾഡ് ചെയ്തിട്ടാണ് ഈ രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനെ കയറിയിരിക്കുന്നത്. അതിന് നമ്മൾ ഡ്യൂറ മാറ്ററിന് മെനിഞ്ചിയൽ ലെയർ തന്നെയാണ്. മെനിഞ്ചിയൽ ലെയർ ഇങ്ങനെ രണ്ട് ലെയറായി ഫോൾഡ് ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ ഒരു ക്യാവിറ്റി ഫോം ചെയ്തപ്പോഴും നമുക്കൊരു സൈനസ് കിട്ടും. അപ്പം നമുക്കിങ്ങനെ ഡെഫിനേഷനായിട്ട് പറയാം, endocrinial dural venous sinuses are venous channels present in the cranial dura formed by either separation of two layers of cranial dura or reduplication of meningeal layer of dura. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിനിലും സ്കൾ ബോൺസ് എന്നുള്ള ബ്ലഡ് ഡ്രെയിൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. പിന്നെ ഈ ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് ഇങ്ങനെ ഓരോ വെയിനിലോട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് അൾട്ടിമേറ്റ്ലി ഇത് ഇൻറ്റേർണൽ ജുഗുലാർ വെയിനിലോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കളിൻ്റെ പുറത്ത് നമ്മൾ സ്കാൽപ്പൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എമിസറി വെയിൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ അപ്പോൾ അവിടെയുള്ള വെയിൻസിനായിട്ട് ഇങ്ങനെ എമിസറി വെയിൻ വഴിയും ഈ ഡ്യൂറൽ വീനസ് സൈനസ് കണക്ഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡ്യൂറൽ വീനസ് സൈനസ് ഇതങ്ങനെ ചോദിക്കാം. പിന്നെ നമുക്ക് മറ്റ് സൈനസ് ചോദിക്കുകയാണെങ്കിൽ ആഡ് ചെയ്ത് ബോണസ് മാർക്ക് പോലെ നമുക്ക് നേടാം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിന് നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെ ലൈ ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് ഡ്യൂറ. അതായത് ഒന്നില്ലെങ്കിൽ എൻഡോസ്റ്റിയൽ ആൻഡ് മെനിഞ്ചിയൽ ലെയറിൻ്റെ ഇടയ്ക്ക് വരാം, അല്ലെങ്കിൽ മെനിഞ്ചിയൽ ലെയർ തന്നെ ഫോൾഡായിട്ട് അവിടെ ഒരു ക്യാവിറ്റി ആയിട്ട് ഫോം ചെയ്യാം. പിന്നെ നമ്മൾ വെയിൻ പഠിക്കുമ്പോഴത്തേക്ക് അതിന് 3 ലെയർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ എൻഡോത്തീലിയം, മസ്കുലർ നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുപോലെ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എൻഡോത്തീലിയം മാത്രമാണ് ലൈൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഡ്യൂറൽ വീനസ് സൈനസ്. മസ്കുലർ കോട്ട് ആബ്സെൻ്റ് ആണ് ഡ്യൂറൽ വീനസ് സൈനസ്. അപ്പോൾ അത് 3 പോയിൻറ്റ്. ഒന്ന് ലൈ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ഡ്യൂറ, എൻഡോത്തീലിയം ഈസ് ആബ്സെൻറ്റ്, മസ്കുലർ കോട്ട് ആബ്സെൻറ്റ്, എൻഡോത്തീലിയം മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാ വെയിൻസിനെ പോലെ ഇവിടെ വാൽവ്സ് ഇല്ല. വെയിൻസിൽ വാൽവ്സ് ഉണ്ട് ബാക്ക് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡ്യൂറൽ വീനസ് സൈനസിൽ ഇതില്ല.
വാൽസ് ഇല്ല. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ റിസീവ്സ് വീനസ് ബ്ലഡ് ആൻഡ് CSF. നമ്മൾ നേരത്തെ പറഞ്ഞു വീനസ് ബ്ലഡും CSF. CSF എന്ന് പറയുമ്പോൾ തൊട്ട് താഴെയുള്ള അരക്കിനോയിഡ് ഇതാണ്. അപ്പം സബ് അരക്കിനോയിഡ് സ്പേസ് ചെയ്യുന്ന ഈ അരക്കിനോയിഡ് ഗ്രാനുലേഷൻസ് എന്ന് പറഞ്ഞ് ഇത് ഇതിരിപ്പുണ്ട്. അപ്പോൾ അതും അവിടെ നിന്ന് CSF റിസീവ് ചെയ്യും. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ മറ്റ് ഈ ഹെഡ് റീജിയൻസുള്ള മറ്റ് വെയിനുമായിട്ട് എമിസറി വെയിൻ വഴി കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ്? ലൈ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ഡ്യൂറ, മസ്കുലാർ കോട്ട് ആബ്സെൻറ്റ്, എൻഡോത്തീലിയം ലൈൻ മാത്രമാണ്, പിന്നെ ഡിവോയിഡ് ഓഫ് വാൽസ് ആണ്, റിസീവ്സ് വീനസ് ബ്ലഡ് ആൻഡ് CSF ആൻഡ് റിസീവ്സ് എമിസറി വെയിൻ. അപ്പോൾ ഇതാണ് ഫീച്ചേഴ്സ്. പിന്നെ നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഇത് നമുക്ക് 1 മാർക്ക് ക്വസ്റ്റിനൊക്കെ ആയിട്ട് ഇപ്പോൾ ഉള്ളത് കൊണ്ട് അതിനകത്ത് ചോദിക്കാം. നെയിം ടു അൺപെയ്ഡ് സൈനസ് നെയിം ടു പെയ്ഡ് സൈനസ് എന്നൊക്കെ ചോദിക്കാം. ടോട്ടലി നമുക്ക് 21 സൈനസ് ആണുള്ളത്. അതിനകത്ത് എന്തുവായിരുന്നു 7 പെയ്ഡും 7 പെയർ ഓഫ് 7 പെയ്ഡ് 7 അൺപെയ്ഡ്, അതായത് മൊത്തം 21. പെയ്ഡ് എന്ന് പറയുമ്പോൾ 2 വെച്ച് 7 × 2 14, പിന്നെ അൺപെയ്ഡായിട്ട് 7. പിന്നെ അപ്പോൾ അൺപെയ്ഡിൻ്റെയും പെയ്ഡിൻ്റെയും പേര് പഠിച്ചു വയ്ക്കുക. അൺപെയ്ഡിനകത്ത് വരുന്നതാണ് സുപ്പീരിയർ സജേറ്റൽ, ഇൻഫീരിയർ സജേറ്റൽ, സ്ട്രെയിറ്റ്, ഓക്സിപിറ്റൽ, ആൻറ്റീരിയർ ഇൻട്രാകവേണസ്, പോസ്റ്റീരിയർ ഇൻട്രാകവേണസ്, ബേസിലർ വീനസ് പ്ലെക്സസ്. പെയ്ഡിൽ വരുമ്പോൾ കവർണസ് സൈനസ്, സുപ്പീരിയർ പീട്രോസിൽ, ഇൻഫീരിയർ പീട്രോസിൽ, ട്രാൻസ്വേഴ്സ്, സിഗ്മോയിഡ്, സ്ട്രീനോപെററ്റൽ, പീട്രോസ്കാമസ്. പിന്നെ നമ്മുടെ മിഡിൽ മെനിഞ്ചൽ വെയിൻ എന്ന് പറയുന്ന ബ്രെയിനിലുണ്ട്. അത് ചില ടെക്സ്റ്റ് ബുക്കിൽ മിഡിൽ മെനിഞ്ചൽ സൈനസ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ ട്രാൻസ്ഫർ സൈനസും സിഗ്മോയിഡ് സൈനസും അത് പെയ്ഡ് സൈനസാണ്. ഇത് രണ്ടും കൂടെ ചേർന്ന് ട്രാൻസ്ഫറിൻ്റെ കണ്ടിന്യൂഷനാണ് സിഗ്മോയിഡ് സൈനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്ന് ചില ടെക്സ്റ്റ് ബുക്കിൽ അതിന് ലാറ്ററൽ സൈനസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ജസ്റ്റ് അൺപെയ്ഡ് പെയ്ഡ് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് കവർണസ് സൈനസ്. നമ്മളെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? ഒന്ന് ലൊക്കേഷൻ ആൻഡ് എക്സ്റ്റെൻറ്റ്, പിന്നെ റിലേഷൻസ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റിലേഷൻസ്, പിന്നെ സ്ട്രക്ചേഴ്സ് പാസിങ് ത്രൂ ദ ലാറ്ററൽ വാൾ ആൻഡ് ത്രൂ ദ സബ്സ്റ്റൻസ് ഓഫ് ദ സൈനസ്, പിന്നെ ട്രിബ്യൂട്ടറീസ്, കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ ക്ലിനിക്കൽ കോറിലേഷൻ. അപ്പോൾ ക്ലിനിക്കൽ കോറിലേഷൻ അനാറ്റമിയിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ക്ലിനിക്കൽ കോറിലേഷൻ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഡയഗ്രാം നല്ലോണം നോക്കി വയ്ക്കുക, മാക്സിമം ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മൾ ഈ ടോപ്പിക്സാണ് പഠിക്കുന്നത്. ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കുക? ഒന്ന് പറയുമ്പോഴത്തേക്കും ക്ലിനിക്കൽ എസ്സേ ആയിട്ട് ഭയങ്കര റെയറായിട്ട് ചോദിക്കാം കവർണസ് സൈനസ് ത്രോംബോസിസ്, ക്ലിനിക്കൽ കോറിലേഷനായിട്ടോ അങ്ങനെ വല്ലതും തന്നിട്ട് ചോദിക്കാൻ വേണമെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടാണ് മെയിനായിട്ട് ചോദിക്കുക കവർണസ് സൈനസ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ റിലേഷൻസ്, കമ്മ്യൂണിക്കേഷൻസ്, ട്രിബ്യൂട്ടറീസ്, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് നോട്ടായിട്ടോ ബ്രീഫ് ആൻസർ ടൈപ്പായിട്ട് ചോദിക്കാം. പിന്നെ കവർണസ് സൈനസിൻ്റെ ഒരു ഫിഗർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു കൊറോണൽ സെക്ഷനായിട്ട്, അപ്പം അതും ചോദിക്കാം. അപ്പോൾ കവർണസ് സൈനസ്, ലൊക്കേഷൻ ആൻഡ് എക്സ്റ്റെൻറ്റ്. അപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറയുകയാണ്. ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ ബേസ് ഓഫ് സ്കള്ളിന് നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻറ്റീരിയർ ക്രേനിയൽ ഫോസ, മിഡിൽ ക്രേനിയൽ ഫോസ, പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസ എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മിഡിൽ ക്രേനിയൽ ഫോസയിൽ ഇത് സിഗ്മോയിഡ് ബോണാണ്. സിഗ്മോയിഡ് ബോണ്, ഇത് ബോഡി ഓഫ് സിഗ്മോയിഡ്, ഇത് ലെസ്സർ വിങ്, ഇവിടെ ഇങ്ങനെ ഗ്രേറ്റർ വിങ് എന്ന് പറയും. നല്ലൊരു പടം ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ക്രീം കളറിൽ കൊടുത്തേക്കുന്നതാണ് സിഗ്മോയിഡ് ബോണ്. അപ്പോൾ ഇത് ബോഡി, ഇത് ലെസ്സർ വിങ്, ഇത് ഗ്രേറ്റർ വിങ്. ഇതാണ് ഇവിടെ കവർണസ് സൈനസ് അല്ല സിഗ്മോയിഡ് ബോൺ. അപ്പോൾ നമ്മുടെ സിഗ്മോയിഡ് ബോണിൻ്റെ ബോഡിയുടെ ഐദർ സൈഡ്സ് ലാറ്ററലിയാണ് ഈ കവർണസ് സൈനസ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് ലൊക്കേഷൻ. അപ്പോൾ മിഡിൽ ക്രേനിയൽ ഫോസയിൽ ഓൺ ഐദർ സൈഡ്സ് ഓഫ് ദ ബോഡി ഓഫ് ദ സ്പീനോയിഡാണ്. ഇത് റെഡിൽ മാർക്ക് ചെയ്തേക്കുന്നതാണ് കവർണസ് സൈനസ്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും, ഈ ഫിഗറിൽ കാണാൻ പറ്റും, ഈ ബ്ലൂ ഇതിനകത്ത് കുറേ ബ്ലാക്ക് ഡോട്ട്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് ഡോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ട്രബക്കുലാർ മെഷ്വർക്കാണ്. അപ്പോൾ നമ്മുടെ ഇൻറ്റേർണലി ഇതിനെ കുറേ ട്രബക്കുലേ വഴി ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്മോൾ സ്പേസസ് ഫോം ചെയ്യും. അപ്പം അതിനെയാണ് നമ്മൾ ആ സ്പേസസിനെ കവേൺസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കവർണസ് സൈനസ് എന്ന പേര്.
അപ്പോൾ മിഡിൽ ക്രേനിയൽ ഫോസയിൽ സ്ഫീനോയിഡ് ബോണ്ട് ബോഡിയുടെ ഐദർ സൈഡ്സിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റേർണലി ഡിവൈഡഡ് ഇൻറ്റു സ്മോൾ സ്പേസസ്, അതുകൊണ്ട് കവർണസ് സൈനസ് എന്ന് പേര്. പിന്നെ നമ്മുടെ ഫോർമേഷൻ പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സെപ്പറേഷൻ ഓഫ് 2 layers ഓഫ് ഡ്യൂറ അല്ലെങ്കിൽ റീഡ്യൂപ്ലിക്കേഷൻ ഓഫ് മെനിഞ്ചൽ ലെയർ നമ്മൾ പറഞ്ഞു, ഡ്യൂറൽ വീനസ് സൈനസിൻ്റെ ഫോർമേഷൻ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഈ ഫിഗറിൽ കാണിക്കാം. ഇത് നമ്മുടെ എൻഡോസ്റ്റിയൽ ലെയർ ലെയറാണ്. ആ ബ്ലാക്ക് ലൈനായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എൻഡോസ്റ്റിയൽ ലെയറാണ്. ഇത് മുകളിൽ കാണുന്നത് മെനിഞ്ചിയൽ ലെയർ ഓഫ് ഡ്യൂറയാണ്. അപ്പോൾ നമ്മുടെ ഈ ഫ്ലോർ മൊത്തത്തിൽ ഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ എൻഡോസ്റ്റിയൽ ലെയർ ഓഫ് ഡ്യൂറ വെച്ചിട്ടാണ്. ഫ്ലോർ ഫോം ചെയ്തിരിക്കുന്നത് എൻഡോസ്റ്റിയൽ ലെയർ ഓഫ് ഡ്യൂറ വെച്ചിട്ടാണ്. നമ്മുടെ ലാറ്ററൽ വോൾ, റൂഫ്, മീഡിയൽ വോൾ അത് ഫോം ചെയ്തിരിക്കുന്നത് മെനിഞ്ചിയൽ ലെയർ ഓഫ് ഡ്യൂറ വെച്ചിട്ടാണ്. അപ്പം എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഫ്ലോർ ഈസ് ഫോംഡ് ബൈ എൻഡോസ്റ്റിയൽ ലെയർ ഓഫ് ഡ്യൂറ, റൂഫ്, മീഡിയൽ ആൻഡ് ലാറ്ററൽ വോൾ ഫൗണ്ട് ബൈ ദ മെനിഞ്ചിയൽ ലെയർ ഓഫ് ഡ്യൂറ. അപ്പോൾ അതാണ് ഫോർമേഷൻ. പിന്നെ എക്സ്റ്റെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് കാണാൻ പറ്റുകയാണെങ്കിൽ ഇതാണ് സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷർ. സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷറിൻ്റെ മീഡിയൽ എൻഡ് ആണ് അതിൻ്റെ ആൻറ്റീരിയർ എക്സ്റ്റെൻറ്റും. ഇത് പീട്രസ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോൺ എന്ന് പറയും. അതിൻ്റെ അപ്പെക്സ് ഓഫ് പീറ്റർ പാർട്ട് ഓഫ് ടെമ്പറൽ ബോണാണ് പോസ്റ്റീരിയർ എക്സ്റ്റെൻറ്റ്. പിന്നെ നമ്മുടെ അടുത്ത ഫിഗറിൽ കാണാൻ പറ്റും ഈ റൂഫ് നമ്മുടെ മീഡിയലായിട്ട് നമ്മുടെ ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്ന ബോഡി ഓഫ് സ്ഫീനോയിഡ് ബോണിലെ ഒരു കുഴിക്കകത്താണ്. അതാണ് സെല്ലാ ടർസിക്ക എന്ന് പറയും. അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കവർ ചെയ്ത് സെല്ലാ ടർസിക്കയുടെ മുകളിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇരിക്കുന്ന അതിനെ കവർ ചെയ്തിട്ട് ഡയഫ്രമ സെല്ല് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ഈ റൂഫ് നമ്മുടെ മെനിഞ്ചിയൽ ലെയർ ഓഫ് ഡ്യൂറ റൂഫ് ഫോം ചെയ്തിരിക്കുന്ന കവർണസ് സൈനസിൻ്റെ അതിൻ്റെ മീഡിയൽ എക്സ്റ്റൻഷനാണ് ഈ ഡയഫ്രമ സെല്ല് എന്ന് പറയുന്നത്. ഡയഫ്രമ സെല്ല് എന്ന് പറയുന്നത്. പിന്നെ പോസ്റ്റീരിയർലി ഇത് ഈ നമ്മുടെ ഇതിന് മെനിഞ്ചിയൽ ലെയർ ഓഫ് ഡ്യൂറ പോസ്റ്റീരിയർ ടാങ്കുലർ ഡിപ്രഷൻ ഉണ്ട്. അതിലും വഴി 2 നെർവ്സ് എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കവർണസ് സൈനൽ ലൊക്കേഷൻ എക്സ്റ്റെൻഡിൽ വരുന്നത്. മിഡിൽ ക്രേനിയൽ ഫോസിൽ സ്ഫീനോയിഡ് ബോണ്ട് ഐദർ സൈഡ്സിൽ ഇരിക്കുന്നു. ഇൻറ്റേർണലി ഡിവൈഡഡ് ഇൻറ്റു സ്മോൾ സ്പേസസ്. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലോർ, എൻഡോസ്റ്റിയൽ ലെയർ, റൂഫ്, മീഡിയൽ വോൾ, ലാറ്ററൽ വോൾ, മെനിഞ്ചിയൽ ലെയർ. മറ്റേ ആൻറ്റീരിയർ എക്സ്റ്റെൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷറിൻ്റെ മീഡിയൽ എൻഡ്. പോസ്റ്റീരിയർ എക്സ്റ്റെൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പെക്സ് ഓഫ് പീട്രസ് ടെമ്പറൽ ബോൺ. പിന്നെ നമ്മൾ റൂഫ് മീഡിയലി എക്സ്റ്റെൻഡ് ചെയ്ത് ഡയഫ്രമ സെല്ലായി ഫോം ചെയ്തേക്കുന്നു. റൂഫിന് പുറകിലൊരു ഏറ്റവും പോസ്റ്റീരിയർ എൻഡിലൊരു ട്രയാങ്കുലർ ഡിപ്രഷനുണ്ട്. അപ്പോൾ അതാണ് ലൊക്കേഷൻ ആൻഡ് എക്സ്റ്റെൻഡ്. ഈ റിലേഷൻസ് നമ്മൾ പറയുമ്പോഴത്തേക്കും സുപ്പീരിയർ റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം ഇത് ഒപ്റ്റിക് കയാസ്മ സുപ്പീരിയറായിട്ട് ഇൻറ്റേർണൽ കാരോട്ടിഡ് ആർട്ടറി, ഒപ്റ്റിക് കയാസ്മ. ഒപ്റ്റിക് കയാസ്മ എന്താണ്? ഒപ്റ്റിക് നെർവിൻ്റെ ഇത് ക്രോസിങ്. അപ്പം ഒപ്റ്റിക് ട്രാക്റ്റും മുകളിലുണ്ട്, അവിടെ മാർക്ക് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ആൻറ്റീരിയർ പെർഫറേറ്റഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പം ഇത് 4ആണ് സുപ്പീരിയർ റിലേഷൻസ്. എന്താണ്? ഒപ്റ്റിക് കയാസ്മ, ഒപ്റ്റിക് ട്രാക്ട്, ഇൻറ്റേർണൽ കാരോട്ടിഡ് ആർട്ടറി, ആൻറ്റീരിയർ പെർഫറേറ്റഡ് സബ്സ്റ്റൻസ്. പിന്നെ നമുക്ക് ഇൻഫീരിയർ റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരോ മാർക്ക് ചെയ്ത സ്ഥലത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഫീനോയിഡ് ബോണിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബോഡി ഓഫ് സ്ഫീനോയിഡിൻ്റെ ഗ്രേറ്റർ വെയിറ്റ് ജംഗ്ഷനാണ് അത്. പിന്നെ ആ ഒരു ഇതുപോലെ കാണാൻ പറ്റും, ഹോള് കാണാൻ പറ്റും. അതാണ് നമ്മുടെ ഫോറാമൻ ലസീറ. അത് ബേസ് ഓഫ് സ്കള്ളിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ബേസ് ഓഫ് സ്കള്ളിൽ കുറേ ഫോറാമൻസ് ഉണ്ട്, അതിന് തുറന്നാണ് ഫോറാമൻ ലസീറ. അപ്പോൾ ഈ ജംഗ്ഷൻ ഓഫ് ബോഡി ഓഫ് സ്ഫീനോയിഡ് ആൻഡ് ഗ്രേറ്റർ വിങ്ങാം പിന്നെ ഫോറാമൻ ലസീറോ ആണ് അതിൻ്റെ ഇൻഫീരിയർ റിലേഷൻസ്. പിന്നെ നമ്മുടെ മീഡിയൽ റിലേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഡയഗ്രത്തിൽ തന്നെ എവിഡൻ്റ് ആണ്. ഏതാണ്? ഒന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പിന്നെ ബോഡി ഓഫ് സ്ഫീനോയിഡ് വിത്ത് സ്ഫീനോയിഡ് ലെയർ സൈനസ്. അപ്പോൾ നമ്മുടെ ഹൈപ്പോഫൈസിസ് സെർബറോ മീഡിയ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ബോഡി ഓഫ് സ്ഫീനോയിഡ് വിത്ത് സ്ഫീനോയിഡ് ലെയർ സൈനസ്. അതാണ് നമ്മുടെ മീഡിയൽ റിലേഷൻസ്. പിന്നെ ലാറ്ററൽ റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ഗ്രേറ്റർ വിങ് ഓഫ് സ്ഫീനോയിഡ് ഇരിക്കുന്ന അവിടെ ഒരു മിഡിൽ ക്രേനിയൽ ഫോസയിലാണ് നമ്മുടെ ടെമ്പറൽ ലോബ് ഓഫ് സെറിബ്രം ഇരിക്കുന്നത്. അപ്പോൾ അത് എന്ത് വരുന്നു? കവർണസ് സൈനസിൽ ലാറ്ററൽ റിലേഷൻസ് ആണ്. പിന്നെ ട്രൈജെമിനൽ ഗാംഗ്ലിയോൺ എന്ന് പറഞ്ഞിട്ട്
ഇതുണ്ട് ട്രൈജെമിനൽ ഗാംഗ്ലിയോൺ. അത് നമ്മുടെ കേവം ട്രൈജെമിനിൽ, അത് പിന്നീട് പഠിക്കും. ഈ കേവം ട്രൈജെമിനിലാണ് ട്രൈജെമിനൽ ഗാംഗ്ലിയോൺ റെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ലാറ്ററൽ റിലേഷനായിട്ട് ടെമ്പറൽ ലോബ് സെറിബ്രവും കേവൻ ട്രൈജെമിനിൽ വിത്ത് ട്രൈജെമിനൽ ഗാംഗ്ലിയോണും വരും. പിന്നെ ആൻറ്റീരിയർ റിലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ആൻറ്റീരിയർ എക്സ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ മീഡിയൽ എൻഡോ സുപ്പീരിയർ ഓർബിറ്റൽ ഫിഷറാണ്. അപ്പോൾ അതൊരു ആൻറ്റീരിയർ റിലേഷനാണ്. പിന്നെ അപ്പെക്സ് ഓഫ് ഓർബിറ്റും ആൻറ്റീരിയർ റിലേറ്റഡ് ആണ്. പോസ്റ്റീരിയർ റിലേഷൻ നമ്മുടെ അപ്പെക്സ് ഓഫ് പീട്രസ് ടെമ്പറൽ ബോൺ, നേരത്തെ പറഞ്ഞു പോസ്റ്റീരിയർ എക്സ്റ്റൻ്റ് ആണ്. പിന്നെ നമ്മുടെ മിഡ് ബ്രെയിൻ്റെ ഒരു പാർട്ടായ ക്രസ് സെറിബ്രെ എന്ന് പറയും, അതും അതിൻ്റെ പോസ്റ്റീരിയർ റിലേഷനാണ്. ഇതാണ് കൈനോസിസ് റിലേഷൻസ്. 6 സൈഡിലുള്ളത് സുപ്പീരിയർ, ഇൻഫീരിയർ, മീഡിയൽ, ലാറ്ററൽ, ആൻറ്റീരിയർ, പോസ്റ്റീരിയർ. ഇത് 6 സൈഡിലുള്ളത് പഠിക്കണം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് റിലേഷൻസ്. പിന്നെ നമ്മൾ പറയുന്നത് ലാറ്ററൽ വോളും ത്രൂ ദ സൈനസ് കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് പഠിക്കണം. അപ്പോൾ ലാറ്ററൽ വോൾ ഓഫ് ദ സൈനസിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് എബവ് ഡൗൺവേർഡ്സ് കാണും. ആദ്യം ഒക്കുലോമോട്ടർ നെർവ്, 3rd ക്രേനിയൽ നെർവ്, പിന്നെ ട്രൊക്കറിയാൽ നെർവ്, 4th ക്രേനിയൽ നെർവ്, പിന്നെ ഒഫ്താൽമിക് നെർവ് എന്നിവ. 5th ക്രേനിയൽ നെർവ് ട്രൈജെമിനൽ ഫസ്റ്റ് ഡിവിഷൻ, പിന്നെ മാക്സിലറി. അപ്പം 3, 4 ക്രേനിയൽ നെർവ്സ്, പിന്നെ 5th 1st, 2nd പാർട്ടായ ഒഫ്താൽമിക്, മാക്സിലറി. അപ്പം ഇത് 4ആണ് ലാറ്ററൽ വോളിൽ കൂടെ പാസ് ചെയ്യുന്നത്. പിന്നെ പാസിങ് ത്രൂ ദ സൈനസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി അസോസിയേറ്റഡ് വിത്ത് സിമ്പത്തറ്റിക് പ്ലെക്സസ്, പിന്നെ നമ്മുടെ അബ്ഡ്യൂസൻ നെർവ്, 6th ക്രേനിയൽ നെർവ് അബ്ഡ്യൂസൻ നെർവ്, അത് നമ്മുടെ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ഇൻഫറോ ലാറ്ററലായിട്ടാണ് പോകുന്നത്. ഇതാണ് അബ്ഡ്യൂസൻ നെർവ്. സോ ലാറ്ററൽ വോളിൽ കൂടെ 4 നെർവ്സ് ത്രൂ ദ സൈനസിൽ കൂടെ ഒരു ആർട്ടറി വിത്ത് സിമ്പത്തറ്റിക് പ്ലെക്സസ് അറൗണ്ട് ഇറ്റ് ആൻഡ് 6th ക്രേനിയൽ നെർവ്. അപ്പം 3, 4, 5, 6 നെർവ്സ് കേവസ് ആയിട്ട് റിലേറ്റഡ് ആണ്. 5th ട്രൈജെമിനൽ നെർവിൻ്റെ 3rd പാർട്ടായ മാൻഡുലാർ ഡിവിഷൻ ഇല്ല. അപ്പോൾ ഇതാണ് സ്ട്രക്ചേഴ്സ് പ്രസൻറ്റ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ട്രിബ്യൂട്ടറീസ് ആണ്. ട്രിബ്യൂട്ടറീസ് 3 സ്ഥലത്തൊന്നുണ്ട്. ഒന്ന് ഓർബിറ്റിൽ നിന്ന്, ആൻറ്റീരിയർ റിലേഷൻ ഓർബിറ്റിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ മെനിഞ്ചസ് കവറിങ്, ബ്രെയിനിൻ്റെ കവറിങ് ആയ മെനിഞ്ചസിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ബ്രെയിൻ ഇറ്റ്സെൽഫ്, ബ്രെയിനിൽ നിന്നും വരുന്നുണ്ട്. അപ്പം 3 സെറ്റ്സ് ഓഫ് ട്രിബ്യൂട്ടറീസ് ആണ്. അപ്പോൾ ഓർബിറ്റിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഐ റിലേറ്റഡ് ആണ്. ഐ എന്ന് പറയുമ്പോൾ ഒഫ്താൽമിക്. അപ്പോൾ ഒഫ്താൽമിക് വെയിൻസ് 2 എണ്ണം ഉണ്ട്. സുപ്പീരിയർ ഒഫ്താൽമിക് വെയിൻ അതിൻ്റെ ട്രിബ്യൂട്ടറിയാണ്, ഇൻഫീരിയർ ഒഫ്താൽമിക് വെയിൻ ട്രിബ്യൂട്ടറിയാണ്. പിന്നെ ഐ എന്ന് വരുന്ന ഒരു വെയിനാണ് സെൻട്രൽ വെയിൻ ഓഫ് റെറ്റിന, അതും ഒക്കേഷണലി ട്രിബ്യൂട്ടറിയാണ്. അപ്പോൾ ഓർബിറ്റ് ഐ ആയിട്ട് റിലേറ്റ് ചെയ്ത് സുപ്പീരിയർ ഒഫ്താൽമിക് വെയിൻ, ഇൻഫീരിയർ ഒഫ്താൽമിക് വെയിൻ, പിന്നെ സെൻട്രൽ വെയിൻ ഓഫ് റെറ്റിന. അപ്പോൾ അത് 3ആണ് ഓർബിറ്റിൽ നിന്ന് വരുന്നത്. പിന്നെ മെനിഞ്ചസിൽ നിന്ന് വരുന്നത് അതുപോലെ തന്നെ വേറൊരു ഡ്യൂറൽ വീനസ് സൈനസായ സ്ഫീനോപറൈറ്റൽ സൈനസിൽ നിന്ന് അതിനൊരു ട്രിബ്യൂട്ടറി ഉണ്ട്. പിന്നെ മിഡിൽ മെനിഞ്ചൽ വെയിൻ, മിഡിൽ മെനിഞ്ചൽ വെയിന് 2 ട്രങ്ക് ഉണ്ട്. ആൻറ്റീരിയർ ട്രങ്ക് ഉണ്ട്, പോസ്റ്റീരിയർ ട്രങ്ക് ഉണ്ട്. ആൻറ്റീരിയറിൻ്റെ വേറെ പേരാണ് ഫ്രോണ്ടൽ ട്രങ്ക്. അപ്പോൾ ആൻറ്റീരിയർ ട്രങ്ക് അതും എന്ത് വരുന്നു നമ്മുടെ കാവർണസ് സൈനസിലോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്. അത് ഈ ഫിഗറിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതും ഇതിനകത്തോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ളതാണ്. ബ്രെയിനിൽ നിന്ന് കുറേ വെയിൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് മെയിനായിട്ടുള്ളത് ഇവിടെ കാവർണസ് സൈനസിൽ ഡ്രെയിൻ ചെയ്യുന്നത് സൂപ്പർഫിഷ്യൽ മിഡിൽ സെറിബ്രൽ വെയിനും ഇൻഫീരിയർ സെറിബ്രൽ വെയിൻ കുറേ ഉണ്ട്. അതിനകത്ത് കുറച്ച് കുറേ എണ്ണം ഇങ്ങോട്ട് കാവർണസ് സൈനസിലാണ് ഡ്രെയിൻ ചെയ്യുന്നത്. അപ്പം 3 സെറ്റുണ്ട്. ഓർബിറ്റിൽ നിന്നുണ്ട്, മെനിഞ്ചസിൽ നിന്നുണ്ട്, ബ്രെയിനിൽ നിന്നുണ്ട്. ഓർബിറ്റിൽ നിന്നുള്ള സുപ്പീരിയർ ഒഫ്താൽമിക്, ഇൻഫീരിയർ ഒഫ്താൽമിക്, സെൻട്രൽ വെയിൻ ഓഫ് റെറ്റിന, മെനിഞ്ചസിൽ നിന്ന് സ്ഫീനോപറൈറ്റൽ സൈനസ്, ആൻറ്റീരിയർ ഫ്രോണ്ടൽ ട്രങ്ക് ഓഫ് മിഡിൽ മെനിഞ്ചൽ വെയിൻ വരുന്നുണ്ട്. പിന്നെ ബ്രെയിനിന് സൂപ്പർഫിഷ്യൽ മിഡിൽ സെറിബ്രൽ വെയിൻ വരുന്നുണ്ട്. ഇൻഫീരിയർ സെറിബ്രൽ വെയിൻസ്, കുറച്ച് ഇൻഫീരിയർ സെറിബ്രൽ വെയിൻസ് ട്രിബ്യൂട്ടറീസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻസ്. ഇത് നമുക്ക് ചിലപ്പം കമ്മ്യൂണിക്കേഷൻസ് മാത്രമായിട്ട് ചിലപ്പം ഷോർട്ട് നോട്ടായിട്ട് വല്ല ചോദിക്കുക. അപ്പോൾ 7 കമ്മ്യൂണിക്കേഷൻസാണ് ഉള്ളത്. നമുക്ക് ആദ്യത്തേത് ഒന്ന് മറ്റൊരു സൈനസായ ട്രാൻസ്വേഴ്സ് സൈനസിലോട്ട് കാവർണസ് സൈനസ് കണക്ട് ചെയ്തേക്കുന്നു ത്രൂ സുപ്പീരിയർ പീട്രോസൽ സൈനസ്. അത് വേറൊരു സൈനസാണ്. അപ്പം ഈ ട്രാൻസ്വേഴ്സ് സൈനസ് സുപ്പീരിയർ പീട്രോസലും പെയർഡാണ്, കാവർണസ് പെയർഡാണ്. അപ്പോൾ അതാത് സൈഡ് റൈറ്റ് കാവർണസ് സൈനസ് റൈറ്റ് സുപ്പീരിയർ പീട്രോസൽ സൈനസ് വഴി ട്രാൻസ്വേഴ്സ് സൈനസായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ നമ്മൾ അൾട്ടിമേറ്റ്ലി ഡ്രെയിൻസ് ടു ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കാവർണസ് സൈനസിന് ഇൻറ്റേർണൽ ജുഗുലാറായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഫീരിയർ പീട്രോസൽ സൈനസ് വഴിയിട്ടാണ്. അപ്പോൾ ഇൻഫീരിയർ പീട്രോസൽ സൈനസ് വഴി ഇൻറ്റേർണൽ ജുഗുലാർ വെയിനിലോട്ട് കണക്റ്റഡ് ആണ് കാവർണസ് സൈനസ്. പിന്നെ നമ്മൾ എമിസറി വെയിൻ്റെ റോൾ വരുമ്പോൾ വേരിയസ് കമ്മ്യൂണിക്കേഷൻ ത്രൂ എമിസറി വെയിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഡ്യൂറൽ വീനസ് സൈനസിന്. അപ്പോൾ ടെറിഗോയിഡ് വീനസ് പ്ലെക്സസ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ മാക്സിലയുടെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ അവിടെ ടെറിഗോയിഡ് വീനസ് പ്ലെക്സസുമായിട്ട് എമിസറി വെയിൻ വഴി
കണക്റ്റഡ് ആണ് നമ്മുടെ കവർണസ് സൈനസ്. പിന്നെ നമ്മളെപ്പോഴും മെയിനായിട്ട് കേട്ടുള്ള ഫേഷ്യൽ വെയിന് ഒറിജിനേറ്റ് ചെയ്യുന്നത് തന്നെ ആംഗുലാർ വെയിനായിട്ടാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആംഗുലാർ വെയിനും സുപ്പീരിയർ ഒഫ്താൽമിക് വെയിനും തമ്മിൽ നമ്മൾ ഒരു കണക്ഷൻ ഉണ്ട്. നമ്മൾ ഒരു ആർട്ടറിയുടെ കാര്യം പറയുന്നുണ്ട്, മറ്റേ ഡോസൽ നേസൽ ആർട്ടറിയും എന്തോ ഒരു ആംഗുലാർ ആർട്ടറി സുപ്പീരിയർ ഒഫ്താൽമിക് ആർട്ടറിയും നമ്മൾ ഒരു അനാസ്റ്റമോസ് ഉള്ള പോലെ ഇവിടെ എന്ത് വരുന്നു, ഈ ആംഗുലാർ വെയിനും സുപ്പീരിയർ ഒഫ്താൽമിക് വെയിനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറയാം സുപ്പീരിയർ ഒഫ്താൽമിക് വെയിന് എന്തിൻ്റെ ട്രിബ്യൂട്ടറിയാണ്, കവർണസ് സൈനസ് ട്രിബ്യൂട്ടറിയാണ്. അപ്പം ഫേഷ്യൽ വെയിൻ ആംഗുലാർ വെയിൻ വഴി സുപ്പീരിയർ ഒഫ്താൽമിക് വെയിൻ വഴി കവർണസ് സൈനസുമായിട്ട് റിലേറ്റഡ് ആണ്. വേറൊരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും എമിസറി വെയിൻ ടെറിഗോയിഡ് വീനസ് പ്ലെക്സസ് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ടെറിഗോയിഡ് വീനസ് പ്ലെക്സസുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ടെറിഗോയിഡ് വീനസ് പ്ലെക്സസ് ഡീപ്പ് ഫേഷ്യൽ വെയിൻ വഴി ഫേഷ്യൽ വെയിനായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഡേഞ്ചറസ് ഏരിയ ഓഫ് ഫേസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ അത് പിന്നീട് പറയും. അത് ഈ കണക്ഷൻസ് വഴി നമുക്ക് കവർണസ് സൈനസിലോട്ട് എത്താം. പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു പെയറല്ല, അപ്പം രണ്ടെണ്ണം ഉണ്ട് കവർണസ് സൈനസ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പെയറുമായിട്ട് കണക്ഷൻ ഉണ്ട് ത്രൂ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഇൻട്രാ കവർണസ് സൈനസ്. അത് പിന്നീട് പറയാം. ആൻറ്റീരിയർ ഇൻട്രാ കവർണസും പോസ്റ്റീരിയർ ഇൻട്രാ കവർണസ് സൈനസ് വഴി ഓപ്പോസിറ്റ് പെയറുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ നമ്മുടെ സുപ്പീരിയർ സജറ്റൽ സൈനസ് ഉണ്ട്. അത് നമ്മൾ പിന്നീട് പറയും സുപ്പീരിയർ സജറ്റൽ സൈനസിനെ കുറിച്ച്. അപ്പോൾ ഈ സൂപ്പർഫിഷ്യൽ മിഡിൽ സെറിബ്രൽ വെയിൻ നമ്മൾ ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞു ഇതിൻ്റെ. അപ്പോൾ അതുവഴി സുപ്പീരിയർ സജറ്റൽ സൈനസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നമ്മൾ കവർണസ് സൈനസിന്. പിന്നെ ത്രൂ ബേസിലാർ വീനസ് പ്ലെക്സസ് ഇൻറ്റേർണൽ വെർട്ടിബ്രൽ വീനസ് പ്ലെക്സസുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് സൈനസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻറ്റേർണൽ ജഗുലാർ വെയിനുമായിട്ടുണ്ട്, ടെറിഗോയിഡ് വീനസ് പ്ലെക്സസുമായിട്ടുണ്ട്, ഫേഷ്യൽ വെയിൻ 2 റൂട്ടുണ്ട്, പിന്നെ ഓപ്പോസിറ്റ് കവർണസ് സൈനസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സുപ്പീരിയർ സജറ്റൽ സൈനസുമായിട്ടുണ്ട്, പിന്നെ ഇൻറ്റേർണൽ വെർട്ടിബ്രൽ വീനസ് പ്ലെക്സസുമായിട്ടും കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് കമ്മ്യൂണിക്കേഷൻസ്. ഇനി ക്ലിനിക്കൽ കോറിലേഷൻസ് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് 2 എണ്ണമാണുള്ളത്. കവർണസ് സൈനസ് ത്രോംബോസിസും ആർട്ടീരിയൽ വെയിനസ് കമ്മ്യൂണിക്കേഷനും. കവർണസ് സൈനസ് ത്രോംബോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞു ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഉള്ള കാരണം എവിടെ ഒരു ത്രോംബസ് ഫോം ചെയ്താൽ അതിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കവർണസ് സൈനസ് വരെ എത്താം. അപ്പം മെയിൻലി നമ്മുടെ ഡേഞ്ചറസ് ഏരിയ ഓഫ് ഫേസിൽ വല്ലതും ഒരു ത്രോംബസ് ഉണ്ടാവുകയാണെങ്കിലോ നമ്മൾ ഇങ്ങനെ എംബോളസ് ആയിട്ട് ഈ ഫേഷ്യൽ വെയിൻ, ഡീപ്പ് ഫേഷ്യൽ വെയിൻ, ടെറിഗോയിഡ് വീനസ് പ്ലെക്സസ്, അങ്ങനെ എമിസറി വെയിൻ വഴി കവർണസ് സൈനസിലെത്തി വന്ന് ലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അതാണ് മെയിൻ കോസ് ഓഫ് കവർണസ് സൈനസ് ത്രോംബോസിസ്. ഇനി ഈ കവർണസ് സൈനസ് ത്രോംബോസിസ് വന്നതിനുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ്. നമ്മൾ നേരത്തെ ലാറ്ററൽ വോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞായിരുന്നല്ലോ, ഒക്കുലോമോട്ടർ നെർവ് ഉണ്ട്, ട്രൊക്ലിയർ ഉണ്ട്, പിന്നെ ഒഫ്താൽമിക് ആൻഡ് മാക്സിലർ ഡിവിഷൻ ഓഫ് ട്രൈജൽ നെർവ്. അതിനകത്ത് ഒഫ്താൽമിക് നെർവ് ഇൻവോൾവ് ആവുന്നത് കൊണ്ട് ലാറ്ററൽ വോളല്ലേ, അപ്പോൾ ഇൻവോൾവ് ആവുന്നത് കൊണ്ട് സിവിയർ പെയിന് ഇൻ ഐ ആൻഡ് ഫോർഹെഡ്, നമ്മുടെ കണ്ണിൻ്റെ മുകളിലും തലയുടെ കൂടെയൊക്കെ വേദനയുണ്ടാകും ഡ്യൂ ടു ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഒഫ്താൽമിക് ഡിവിഷൻ ഓഫ് ട്രൈജമിനൽ നെർവ്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും 3, 4, 6 ക്രേനിയൽ നെർവ്, നമ്മുടെ ട്രൊക്ലിയർ, അബ്ഡ്യൂസൻ്റ്, ഒക്കുലോമോട്ടറും ട്രൊക്ലിയർ ലാറ്ററൽ വോളിലും അബ്ഡ്യൂസൻ്റ് ത്രൂ ദ സൈനസുമാണ് പോകുന്നത്. അപ്പോൾ ഇത് മൂന്നും നമ്മുടെ എക്സ്ട്രാ ഒക്കുലർ മസിൽസിനെ കൺട്രോൾ ചെയ്യുന്ന ഇതാണ്. അപ്പം ഈ 3 നെർവ് ഇൻവോൾവ് ആകുന്നതുകൊണ്ട് എക്സ്ട്രാ ഒക്കുലർ മസിൽസ് പാരലൈസ്ഡ് ആവും. അതുകൊണ്ട് ഒഫ്താൽമോപ്ലീജിയ വരാം. പിന്നെ നമ്മുടെ സുപ്പീരിയർ ഒഫ്താൽമിക് വെയിൻ, ഇൻഫീരിയർ ഒഫ്താൽമിക് വെയിൻ 2 ട്രിബ്യൂട്ടറീസ് ആണ്. അത് രണ്ടും നമുക്ക് ഒബ്സ്ട്രക്ഷൻസ് വരുന്നതുകൊണ്ട് ഐലിഡ്സിൽ നിന്ന് ഇങ്ങനെ ഡ്രെയിൻ ചെയ്യത്തില്ല. അപ്പോൾ ഐലിഡ്സിൽ കൺജഷന് എഡീമയും ഉണ്ടാകും. അപ്പോൾ ഇതാണ് കവർണസ് സൈനസ് ത്രോംബോസിസ്. മെയിൻലി ഡേഞ്ചറസ് ഏരിയ ഓഫ് ഫേസ് എന്ന് പറയുന്നത് സെപ്റ്റിക് എംബോളിയാണ് കോസ്. സൈൻസ് ആൻഡ് സിംറ്റംസ് അസോസിയേറ്റഡ് നെർവ്സും വെയിൻസുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മൾ വരുന്ന ആർട്ടീരിയൽ വീനസ് കമ്മ്യൂണിക്കേഷൻ. ആർട്ടീരിയൽ വീനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ കരോട്ടഡ് ആർട്ടറി ത്രൂ ദ സബ്സ്റ്റൻസ് ഓഫ് ദ കവർണസ് സൈനസാണ് പോകുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് ഈ ബേസ് ഓഫ് സ്കള്ളുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബേസ് ഓഫ് സ്കള്ളിന് എന്തെങ്കിലും ഫ്രാക്ചർ വരുമ്പോൾ ഈ ആർട്ടിക് റപ്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലഡ് ഡയറക്റ്റ്ലി കവർണസ് സൈനസായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടീരിയോ, ഇത് വീനസ് സൈനസ് എന്ന് പറയും നമ്മൾ. അപ്പോൾ ആർട്ടീരിയോ വീനസ് കമ്മ്യൂണിക്കേഷൻസ് ഫോം ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സൈനസ് എൻലാർജ് ചെയ്യും. പിന്നെ ഒരു പരിധി കൂടുതൽ എൻലാർജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ ട്രിബ്യൂട്ടറീസ് ആയ വെയിൻസിലോട്ട് ബ്ലഡിനെ പുഷ് ചെയ്യും. അപ്പോൾ ഒരുപാട് സിംറ്റംസ് ഉണ്ടാകും. ഫസ്റ്റ് സിംറ്റം എന്ന് പറയുമ്പോഴത്തേക്കും
നമ്മുടെ ഈ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് ഫോഴ്സ്ഡ് എന്നിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും റപ്ചർ ആയതുകൊണ്ട് കവർണ സൈനസിലോട്ടാണ് പോകുന്നത്. അപ്പം മിക്സ് ചെയ്തിട്ട് ബാക്ക് പ്രഷർ വഴി ട്രിബ്യൂട്ടറീസിലോട്ട് പൾസ് ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഈ ഓരോ ഹാർട്ട് കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ആ പ്രഷർ വഴി നമ്മുടെ ബൾജ് ചെയ്ത് ഇങ്ങനെ അകത്തോട്ട് പോകുന്നു, പുറത്തോട്ട് വരുന്നു. അപ്പോൾ പൾസേറ്റിങ് ആയി പൾസേറ്റ് ചെയ്യാൻ തുടങ്ങും. അതിനാണ് പൾസേറ്റിങ് എക്സോഫ് താൽമോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഹാർട്ട് ബീറ്റിലും പ്രൊട്രൂഡ് ചെയ്യും, എന്നിട്ട് പൾസേറ്റ് ചെയ്യും. എന്നിട്ട് മീൻസ് ഹാർട്ട് സിസ്റ്റോളിയിൽ പുറത്ത് വരും, ഡയസ്റ്റോളിയിൽ തിരിച്ച് റിട്രാക്ട് ചെയ്യും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റേർണൽ കരോട്ടിഡ് പൾസേഷൻ അങ്ങോട്ട് അതിനകത്തോട്ട് ഇത് ചെയ്യുന്നതാണ്, റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ പറയുമ്പോഴത്തേക്കും ഓരോ ഹാർട്ട് ബീറ്റിൽ മർമർ, നമ്മൾ ഹാർട്ടിനിവിടെ കേൾക്കുന്നത് സിസ്റ്റോളിക് മർമറായിട്ട് കേൾക്കാൻ പറ്റും. ഹാർട്ടിൽ നമ്മൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രൂയി എന്ന് പറഞ്ഞ പ്രത്യേക തന്നെ സൗണ്ടാണ്. അപ്പോൾ അത് നമ്മുടെ ഐയുടെ അവിടെ കേൾക്കാൻ പറ്റും. പിന്നെ പറയുമ്പോൾ ഒഫ്താൽമോപ്ലീജിയ, നമ്മുടെ 3, 4, 6 ക്രേനിയൽ നെർവ് നേരത്തെ കവർണ സൈനസ് ത്രോംബോസിസ് വരുന്ന പോലെ തന്നെ ഇവിടെ 3rd, 4th, 6th ക്രേനിയൽ നെർവ് വരുന്നതുകൊണ്ട് എക്സ്ട്രാ ഓക്കുലർ മസിൽ പാരലൈസ്ഡ് ചെയ്ത് ഒഫ്താൽമോപ്ലീജിയ വരും. പിന്നെ നമ്മുടെ ട്രിബ്യൂട്ടറീസിൽ വീനസ് പ്രഷർ കൂടി കൺജഷൻ ഓഫ് ഇത് വരാം, കൺജക്റ്റൈവൽ എഡിമ വരാം. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഇതാണ് ആർട്ടീരിയൽ വീനസ് കമ്മ്യൂണിക്കേഷൻ ഡ്യൂ ടു റപ്ചർ ഓഫ് ആർട്ടറി എന്ന് ബ്ലഡ് മിക്സ് ചെയ്യുക. ആർട്ടീരിയൽ ബ്ലഡ് വീനസ് ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്തിട്ട് സിംറ്റംസ് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ്. പിന്നെ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സൈനസാണ് സുപ്പീരിയർ സെഡേറ്റൽ സൈനസും സെഗ്മോയിഡ് സൈനസ്. അപ്പോൾ നമുക്ക് ആദ്യം സുപ്പീരിയർ സെഡേറ്റൽ സൈനസ് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മെനിഞ്ചൽ ലെയർ ഫോൾഡ് ചെയ്താണ് ഫോർക്ക് സെറിബ്രേ എന്ന് പറയുന്നത്. നമ്മുടെ 2 സെറിബ്രൽ ഹെമിസ്ഫിയറിന് ഇടയ്ക്കാണ് ഫോർക്ക് സെറിബ്രേ വരുന്നത്. അപ്പോൾ അവിടുത്തെ 2 മെനിഞ്ചൽ ലെയർ മീൻസ് ഇവിടെ ഈ സൈഡിൽ നിന്ന് മെനിഞ്ചൽ ലെയറും ഇങ്ങനെ മെനിഞ്ചൽ ലെയറും കൊണ്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഒറ്റ ഇത് തന്നെയാണ്. പിന്നെ നമ്മുടെ എൻഡോസ്റ്റീൽ ലെയർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ട്രയാങ്കുലർ ആകൃതിയിൽ ഒരു സൈനസ് ഉണ്ടാവും നമ്മുടെ ബ്രെയിനിൽ അവിടെ. അപ്പോൾ അതാണ് സുപ്പീരിയർ സെഡേറ്റൽ സൈനസ്. അപ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ എക്സ്റ്റെൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആൻറ്റീരിയർ ഹെഡിൻ്റെ ആൻറ്റീരിയർ പോയിൻറ്റിലുള്ള സാധനമാണ് ക്രിസ്റ്റാഗാലി എന്ന് പറയും, പഠിക്കും ക്രിസ്റ്റാഗാലി. പിന്നെ പോസ്റ്റീരിയർലി ഇൻറ്റേർണൽ ഓക്സിപിറ്റൽ പ്രൊട്യൂബറൻസ് എന്ന് പറഞ്ഞു, അത് നമുക്ക് പഠിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റെൻഡ് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റാഗാലി തൊട്ട് ഇൻറ്റേർണൽ ഓക്സിപിറ്റൽ പ്രൊട്യൂബറൻസ് വരെയാണ് അതിൻ്റെ എക്സ്റ്റെൻഡ്. അപ്പോൾ അവിടെ നിന്ന് യൂഷ്വലി റൈറ്റ് ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് സൈനസായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ ഉള്ള മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വരുമ്പോൾ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ സൈനസ് ബിക്കം പ്രോഗ്രസീവ്ലി ലാർജ്, ചെറിയ തോതിൽ വലുതാവും. അപ്പോൾ ഇതാണ് എന്താ എക്സ്റ്റെൻഡ് ഫ്രം ക്രിസ്റ്റാഗാലി, ആൻറ്റീരിയർ എൻഡിലുള്ള ക്രിസ്റ്റാഗാലി തൊട്ട് പോസ്റ്റീരിയർ എൻഡിലുള്ള ഇൻറ്റേർണൽ ഓക്സിപിറ്റൽ പ്രൊട്യൂബറൻസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് റൈറ്റ് ട്രാൻസ്വേഴ്സ് സൈനസായിട്ട് കണ്ടിന്യൂ ചെയ്യും. പിന്നെ പ്രോഗ്രസീവ്ലി ബാക്കിലോട്ട് പോകുമ്പോൾ എല്ലാം ചെയ്യും. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രയാങ്കുലർ അല്ലെങ്കിൽ ക്രോസ് സെക്ഷനാണ്. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കും വീനസ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, മെനിഞ്ചൽ വെയിനുമായിട്ട് ഡിപ്ലോയിക് വെയിൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിട്ട കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. പിന്നെ മെയിൻ ഒരു ഇതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സബ് ഡ്യൂറൽ സ്പേസിൽ നിന്ന് സബ് അരക്കിനോയിഡ് സ്പേസിൽ നിന്ന് നമ്മുടെ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. നമ്മുടെ മെനിഞ്ചൽ ലെയർ ഓഫ് ഡ്യൂറയിൽ നിന്ന് ബൾജ് ചെയ്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ കുമ്പിള പോലെ ഇങ്ങനെ നിൽക്കും. അതിനെയാണ് നമ്മൾ അരക്കിനോയിഡ് ഗ്രാനുലേഷൻസ് എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് അരക്കിനോയിഡ് സ്പേസിലാണ് CSF ഇരിക്കുന്നത്. അപ്പോൾ CSFൻ്റെ ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ് ആ സാധനം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫീച്ചേഴ്സായിട്ട് പറഞ്ഞു ഇറ്റ് ഡ്രെയിൻസ് CSF എന്ന്, വീനസ് ബ്ലഡ് ആൻഡ് CSF എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇത് അരക്കിനോയിഡ് ഗ്രാനുലേഷൻസ് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന അവിടെ നിന്നാണ് CSF ഡ്രെയിൻ ചെയ്യുന്നത്. അപ്പം അത് 3 ഫീച്ചേഴ്സ് അതിൻ്റെ. പിന്നെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് സുപ്പീരിയർ സെറിബ്രൽ വെയിൻ ഉണ്ട്, പെറൈറ്റൽ എമിസറി വെയിൻ ഉണ്ട്, നേസൽ ക്യാവിറ്റീസ് എന്നുള്ള വെയിൻസ് ഉണ്ട്. പിന്നെ ഫ്രോണ്ടൽ എയർ സൈനസിൽ നിന്ന് വെയിൻസ് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ക്ലിനിക്കൽ കോറിലേഷൻസ് എന്ന് പറയുമ്പോൾ ത്രോംബോസിസ് ഓഫ് സുപ്പീരിയർ സെഡേറ്റൽ സൈനസ് ആണ്. അത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ഡേഞ്ചറസ് ഏരിയ ഓഫ് ഫേസ്, പിന്നെ സ്കാൽപ്പ്, ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ത്രോംബോസിസ് വന്നിട്ട് പിന്നെ എഫക്റ്റീവായിട്ട് ഈ CSF ഡ്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പറഞ്ഞു ഇപ്പോൾ അരക്കിനോയിഡ് ഗ്രാനുലേഷൻസ് വഴിയാണ് CSF ഡ്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ എഫക്റ്റീവായിട്ട് ഈ ത്രോംബോസിസായിട്ട് എഫക്റ്റീവായിട്ട് CSF ഡ്രെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടും.
അപ്പോൾ അതാണ് അതിൻ്റെ ക്ലിനിക്കൽ കോറിലേഷൻ. ഇതാണ് സുപ്പീരിയർ സജിറ്റൽ സൈനസ്. പിന്നെ നമുക്ക് പറയാനുള്ളത് സിഗ്മോയിഡ് സൈനസ് ആണ്. ആ സിഗ്മോയിഡ് സൈനസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സുപ്പീരിയർ സജിറ്റൽ സൈനസ് റൈറ്റ് ട്രാൻസ്വേഴ്സ് ആവും. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് സൈനസ് അത് പിന്നെ പറയുന്നുണ്ട്, അത് ലെഫ്റ്റ് ട്രാൻസ്വേഴ്സ് ആവും. ഈ ട്രാൻസ്വേഴ്സ് സൈനസ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് സിഗ്മോയിഡ് സൈനസ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ട്രാൻസ്വേഴ്സ് സൈനസ് സിഗ്മോയിഡ് സൈനസ് കൂടെ ചേർന്ന് ലാറ്ററൽ സൈനസ് എന്ന് പറയുന്നത്. അപ്പം ഡയറക്റ്റ് കണ്ടിന്യൂഷനോ ട്രാൻസ്വേഴ്സ് സൈനസ് ആണ് നമ്മുടെ സിഗ്മോയിഡ് സൈനസ്. പിന്നെ സിഗ്മോയിഡ് എന്ന പേര് നമ്മൾ ഉള്ളത് എസ് ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് സിഗ്മോയിഡ് എന്ന പേര്. ഇത് നോക്കിയാൽ എസിൻ്റെ ഒരു ലിംബാണിത്, ബാക്കി താഴോട്ടാണ് പോയേക്കുന്നത്. അത് താഴെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ ഫിഗറിൽ. അപ്പോൾ എസ് ഷേപ്ഡ് ആണ്, അതുകൊണ്ടാണ് ഇതിന് സിഗ്മോയിഡ് സൈനസ് എന്ന പേര്. പിന്നെ പറയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ ടെമ്പറൽ ബോണിൻ്റെ പീറ്ററസ് പാർട്ടാണ്. അതിൽ ഡീപ്ലി ഗ്രൂവ് ചെയ്തിട്ട് മീൻസ് അവിടെ അതിൻ്റെ ഇത് കാണാൻ പറ്റും. നമ്മൾ സ്കൾ എടുക്കുകയാണെങ്കിൽ സിഗ്മോയിഡ് സൈനസിൻ്റെ ആ ഗ്രൂവ് ചെയ്യുന്ന ആ ഗ്രൂവ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ. പിന്നെ എന്ന് പറയുമ്പോൾ ഈ സിഗ്മോയിഡ് സൈനസ് ഈ ഫിഗർ നമ്മൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇങ്ങനെ വന്നിട്ട് ടെർമിനൽ ഏറ്റവും അറ്റത്തുള്ളത് ഇങ്ങനെ ഡീപ്ലി കർവ് ചെയ്ത് എവിടെ ഇങ്ങനെ ഡൗൺവേർഡ് ആൻഡ് ഫോർവേഡ് ടു കണ്ടിന്യൂ ആസ് ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ. എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുന്നത് സിഗ്മോയിഡ് സൈനസ്? ടെർമിനൽ പാർട്ട് ഡീപ്ലി കർവ് ചെയ്ത് ജുഗുലാർ ഫോറാമിൻ വഴി പുറത്ത് പോകും ടു കണ്ടിന്യൂ ആസ് ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ. പിന്നെ നമ്മൾ ട്രിബ്യൂട്ടറീസ് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. മാസ്റ്റോയിഡ് വെയിൻ ഉണ്ട്, കോണ്ടിലർ എമിഷറി വെയിൻസ് ഉണ്ട്, സെർബെല്ലാർ വെയിൻസ് വരും, ഇൻറ്റേർണൽ ഓഡിറ്ററി വെയിനും ട്രിബ്യൂട്ടറി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് ഈ സുപ്പീരിയർ സജിറ്റൽ സൈനസ് സിഗ്മോയിഡ് സൈനസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. ബാക്കി സൈനസ് ഷോർട്ട് നോട്ടായിട്ട് ചോദിക്കുക. പിന്നെ ക്ലിനിക്കൽ കോറിലേഷൻ എന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ ത്രോംബോസിസ് ഓഫ് സിഗ്മോയിഡ് സൈനസ് തന്നെയാണ്. ഇവിടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റോയിഡ് ഉണ്ട്. മാസ്റ്റോയിഡ് ഇങ്ങനെ എയർ സെൽസ് എല്ലാം നമുക്ക് പഠിക്കും നിങ്ങൾ. അപ്പോൾ അവിടെ അതും ഈ സിഗ്മോയിഡ് സൈനസ് തമ്മിൽ തിൻ പ്ലേറ്റ് ഓഫ് ബോൺ വഴിയാണ് സെപ്പറേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം മാസ്റ്റോയിഡ് അവിടെ എയർ സെൽസിലോ മാസ്റ്റോയിഡ് അവിടെയൊക്കെ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ആണ് മെയിനായിട്ട് ഇവിടെ ത്രോംബോസിസ് ഫോം ചെയ്യുന്നത് നമ്മുടെ സിഗ്മോയിഡ് സൈനസിൽ. പിന്നെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മാസ്റ്റോയിഡ് എയർ സെൽസിന് വല്ല ഓപ്പറേഷനോ സർജിക്കൽ പ്രൊസീജിയേഴ്സോ നടക്കുന്നുണ്ടെങ്കിൽ ഈ സിഗ്മോയിഡ് സൈനസിനെ ഇഞ്ചറി ചെയ്യാതെ നോക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. കെയർ ഷുഡ് ബി ടേക്കൺ നോട്ട് ടു എക്സ്പോസ് സിഗ്മോയിഡ് സൈനസ് ഡ്യൂറിങ് ഓപ്പറേഷൻസ് ഓൺ മാസ്റ്റോയിഡ് പ്രോസസ്. അപ്പോൾ ഇതാണ് സിഗ്മോയിഡ് സൈനസ്. പിന്നെ നമുക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ പിന്നെയുള്ള ഇൻഫീരിയർ സജിറ്റൽ സൈനസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഫോൾസ് സെറിബ്രൽ. അതെന്തുവാണ്? നമ്മുടെ മെനിഞ്ചൽ ലെയർ ഓഫ് ഡ്യൂറ രണ്ട് സെറിബ്രൽ ഹെമിസ്ഫിയറിൻ്റെ ഇടയ്ക്ക് ഫോൾഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇൻഫീരിയർ മോസ്റ്റ് ഫ്രീ എൻഡിൽ ഒരു ക്യാവിറ്റി ഫോം ചെയ്യുന്നുണ്ട് ത്രൂ റീഡ്യൂപ്ലിക്കേഷൻ. അതും അപ്പം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ മെനിഞ്ചൽ ഇതും റൈറ്റ് സൈഡിൽ അങ്ങനെ പറയാൻ കറക്റ്റല്ല, ആക്ച്വലി ഒരു കണ്ടിന്യൂസ് ഷീറ്റാണ്. പക്ഷേ നമുക്ക് ഒരു അറിയാൻ വേണ്ടി പറയുന്നതാണ്. ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിൻ്റെ മെനിഞ്ചൽ ലെയർ ഒരു ക്യാവിറ്റി ഫോം ചെയ്തു. അതാണ് ഇൻഫീരിയർ സജിറ്റൽ സൈനസ്. പിന്നെ അതിൻ്റെ ടെർമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതും ഗ്രേറ്റ് സെറിബ്രൽ വെയിൻ ഓഫ് ഗാലൻ എന്ന് പറയുന്ന വെയിനുണ്ട്. അത് രണ്ടും കൂടെ ചേർന്ന് സ്ട്രെയിറ്റ് സൈനസ് ഫോം ചെയ്തിട്ടാണ് എൻഡിങ്. നേരത്തെ നമ്മൾ സുപ്പീരിയർ സജിറ്റൽ സൈനസ് നേരെ ട്രാൻസ്ഫർ സൈനസ് ആയിട്ടാണിത്. ഇൻഫീരിയർ സജിറ്റൽ സൈനസ് സ്ട്രെയിറ്റ് സൈനസ് ആകും. ആ സ്ട്രെയിറ്റ് സൈനസ് ട്രാൻസ്ഫർ സൈനസ് ആയിട്ട് മാറും. അപ്പം ഇടയ്ക്കൊരു കമ്മ്യൂണിക്കേഷനായി സ്ട്രെയിറ്റ് സൈനസ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സെർബൽ ഹെമിസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിനെയാണ് ഡ്രെയിൻ ചെയ്യുന്നത് നമ്മുടെ ഇൻഫീരിയർ സജിറ്റൽ സൈനസ്. ഈ ഫിഗർ കാണാൻ പറ്റും. ഇതാണ് ഇൻഫീരിയർ സജിറ്റൽ സൈനസ്. അത് ദേയുടെ ഗ്രേറ്റ് സെർബൽ വെയിൻ ഓഫ് ഗാലൻ ജോയിൻ ചെയ്യുന്നത് സ്ട്രെയിറ്റ് സൈനസ് ആയി. അപ്പോൾ ഇതാണ് ഇൻഫീരിയർ സജിറ്റൽ സൈനസ്. പിന്നെ നമ്മുടെ സ്ട്രെയിറ്റ് സൈനസ് എന്ന് പറയുന്നത് അത് ഈ ഫോർക്ക് സെറിബ്രയും ടെൻറ്റോറിയം സെറിബെല്ലയും നമ്മുടെ അതൊക്കെ ഡ്യൂറൽ മാറ്ററിൻ്റെ മോഡിഫിക്കേഷൻസ് ആണ്. അത് പഠിക്കുക. അപ്പോൾ അത് രണ്ടിൻ്റെയും ജംഗ്ഷനിലായിട്ടാണ് സ്ട്രെയിറ്റ് സൈനസ് കാണിച്ചത്. ഇതാണ് സ്ട്രെയിറ്റ് സൈനസ്. അങ്ങനെയാണ് ഫോർമേഷൻ ചെയ്യുന്നത്. ഇൻഫീരിയർ സജിറ്റൽ സൈനസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അതിൽ ഗ്രേറ്റ് സെർബൽ വെയിൻ ഓഫ് ഗാലന് പിന്നെ ചെറിയ ചെറിയ ഫെയിൻസും ജോയിൻ ചെയ്തിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. എന്നിട്ട് നമ്മുടെ സുപ്പീരിയർ സജിറ്റൽ സൈനസ് റൈറ്റ് ട്രാൻസ്ഫർ സൈനസ് ആവും. ഈ സ്ട്രെയിറ്റ് സൈനസ് യൂഷ്വലി ടെർമിനേറ്റ്സ് ആസ് ലെഫ്റ്റ് ട്രാൻസ്ഫർ സൈനസ് ആയിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. അതാണ് സ്ട്രെയിറ്റ് സൈനസ്. പിന്നെ നമുക്ക് വരുന്നത് ഓക്സിപിറ്റൽ സൈനസ് ആണ്. അത് ചെറിയൊരു ഇതാണ്. നമ്മുടെ ഫോക്ക് സെറിബ്രെ പോലെ തന്നെ ഈ സെറിബെല്ലാർ ഹെമിസ്ഫിയറിൻ്റെ ഇടയ്ക്ക് ഫോക്ക് സെറിബെല്ലി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ട് ലെയറിൻ്റെ ഇടയ്ക്കാണ് ഈ ഓക്സിപിറ്റൽ സൈനസ് കാണുന്നത്. അത് താഴോട്ട് വന്നിട്ട് ഡ്രെയിൻ ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഈ സിഗ്മോയിഡ് സൈനസിലോട്ടാണ് ഡ്രെയിൻ ചെയ്യുന്നത്. സിഗ്മോയിഡ് സൈനസ് നമ്മൾ നേരത്തെ പറഞ്ഞ സിഗ്മോയിഡ് സൈനസിലോട്ടാണ് ഈ ഓക്സിപിറ്റൽ സൈനസ് ഡ്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇൻഫീരിയർ സജിറ്റൽ സൈനസ്, സ്ട്രെയിറ്റ് സൈനസ്, ഓക്സിപിറ്റൽ സൈനസ്. പിന്നെ വരുന്നത് ട്രാൻസ്ഫർ സൈനസ്. ട്രാൻസ്ഫർ സൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സുപ്പീരിയർ സജിറ്റൽ സൈനസ് യൂഷ്വലി കണ്ടിന്യൂസ് ആസ് റൈറ്റ് ട്രാൻസ്ഫർ സൈനസ്. ഇൻഫീരിയർ സജിറ്റൽ സൈനസ് സ്ട്രെയിറ്റ് സൈനസ് യൂഷ്വലി കണ്ടിന്യൂസ് ആസ് ലെഫ്റ്റ് ട്രാൻസ്ഫർ സൈനസ്.
അപ്പോൾ ഈ സ്ട്രെയിറ്റിനേക്കാളും വലുതാണ് സുപ്പീരിയർ സജറ്റൽ സൈനസ്. സോ റൈറ്റ് ട്രാൻസ്വേഴ്സ് യൂഷ്വലി ലെഫ്റ്റിനേക്കാളും വലുതായിരിക്കും. ഡ്യൂ ടു കണ്ടിന്യൂഷൻ അത് ലാർജ് സുപ്പീരിയർ സജറ്റൽ സൈനസിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് അതായിരിക്കും കൂടുതലും വലുത് റൈറ്റ് ട്രാൻസ്വേഴ്സ് സൈനസ്. പിന്നെ എവിടെ വെച്ചാണ് തുടങ്ങുന്നത്? നമ്മുടെ സുപ്പീരിയർ സജറ്റൽ സൈനസ് നമ്മുടെ ക്രിസ്റ്റകാലിയായിട്ട് ഇൻറ്റേർണൽ ഓക്സിപിറ്റൽ പ്രൊട്യൂബറൻസ് വരെയാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്നായിരിക്കും ട്രാൻസ്വേഴ്സ് സൈനസ് ആക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട്സ് വിത്ത് ഇൻറ്റേർണൽ ഓക്സിപിറ്റൽ പ്രൊട്യൂബറൻസ്, എന്നിട്ട് ഓക്സിപിറ്റൽ ബോണെ ഗ്രൂവ് ചെയ്യും. നമ്മൾ സിഗ്മോയിഡ് സൈനസ് മാസ്റ്റോയിഡ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോണെ ഗ്രൂവ് ചെയ്ത പോലെ ഇത് ഓക്സിപിറ്റൽ ബോണെ ഗ്രൂവ് ചെയ്ത് മാസ്റ്റോയിഡ് ആംഗിൾ ഓഫ് പറൈറ്റൽ ബോണിൽ വെച്ച് സിഗ്മോയിഡ് സൈനസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് കണ്ടിന്യൂസ് സിഗ്മോയിഡ് സൈനസ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ റൈറ്റ് ട്രാൻസ്വേഴ്സ് സൈനസ് ഈസ് ലാർജർ ദാൻ ലെഫ്റ്റ് ട്രാൻസ്വേഴ്സ് സൈനസ്. കാരണം അത് സുപ്പീരിയർ സജറ്റൽ സൈനസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ലാർജർ ആയത്. പിന്നെ വരുന്നത് ബേസിലാർ വീനസ് പ്ലെക്സസ് എന്ന് പറയുന്നത് നമ്മുടെ മിഡ് ബ്രെയിൻ ഇല്ലേ, മിഡ് ബ്രെയിനിൻ്റെ ഇരിക്കുന്നത് ക്ലൈവസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് സിഗ്മോയിഡ് ബോൺ നമ്മുടെ ഓക്സിപിറ്റൽ ബോണും കൂടെ ചേർന്ന് ഉണ്ടാകുന്നതാണ് ക്ലൈവസ് എന്ന് പറയുന്നത്. അത് പഠിക്കും. അപ്പോൾ അതിനകത്താണ് ഈ മിഡ് ബ്രെയിൻ റെസ്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മുടെ ബേസിലാർ വീനസ്, ഒരു പ്ലെക്സസ് ഓഫ് വീനസ് നെറ്റ്വർക്ക് ഫോം ചെയ്യും. ഇതാണ് ബേസിലാർ വീനസ് പ്ലെക്സസ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് എങ്ങനെ എന്തുവായിരുന്നു, നമ്മുടെ കവർണസ് സൈനസ് ഇൻഫീരിയർ പീട്രോസൽ സൈനസ് വഴി ബേസിലാർ പ്ലെക്സസിലോട്ട് ഇത് വരും. അവിടെ നിന്ന് ഇൻറ്റേർണൽ വെർട്ടിബ്രൽ വീനസ് പ്ലെക്സസിലോട്ട് ബേസിലാർ വീനസ് പ്ലെക്സസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കമ്മ്യൂണിക്കേഷൻസ് ഓഫ് കവർണസ് സൈനസിൽ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഫിഗർ അതിനകത്തുണ്ട്. നോക്കൂ, ഇത് കവർണസ് സൈനസ്, ഇത് ഇൻഫീരിയർ പീട്രോസൽ സൈനസ് വഴി ബേസിലാർ വീനസ് പ്ലെക്സസിലോട്ട് കണക്ട് ചെയ്യും. ഇതാണ് ഫിഗർ. അപ്പോൾ ഇതാണ് ബേസിലാർ വീനസ് പ്ലെക്സസ്. ഈ റൈറ്റ് സൈഡിലുള്ള ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ബേസിലാർ വീനസ് പ്ലെക്സസ്, കവർണസ് സൈനസ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ട്രാൻസ്വേഴ്സ് സൈനസ്, നമ്മുടെ സുപ്പീരിയർ സജറ്റൽസിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് റൈറ്റ്, പിന്നെ സ്ട്രെയിറ്റ് ഇവിടെ കാണിച്ചിട്ടില്ല, ലെഫ്റ്റ് അതിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കോൺഫ്ലുവൻസ് ഓഫ് സൈനസ് എന്ന് പറയും, ഡോക്ടർ ഹീറോഫിൽ എന്ന് പറയും. അതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സുപ്പീരിയർ സജറ്റൽ സൈനസ് റൈറ്റ് ട്രാൻസ്വേഴ്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും, സ്ട്രെയിറ്റ് സൈനസ് ലെഫ്റ്റ് ട്രാൻസ്വേഴ്സ് സൈനസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇതേ റീജിയനിൽ തന്നെ നമ്മുടെ ഓക്സിപിറ്റൽ സൈനസ് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 5 വെയിൻസ്, സുപ്പീരിയർ സജറ്റൽ സൈനസ്, സ്ട്രെയിറ്റ് സൈനസ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ട്രാൻസ്വേഴ്സ് സൈനസ്, ഓക്സിപിറ്റൽ സൈനസ്, ഇത് 5ഉം കൂടെ ചേരുന്നതാണ് കോൺഫ്ലുവൻസ് ഓഫ് സൈനസ് എന്ന് പറയും. അതെവിടെയാണ് കാണുന്നത്? ഇൻറ്റേർണൽ ഓക്സിപിറ്റൽ പ്രൊട്യൂബറൻസിൻ്റെ അടുത്താണ് കാണുന്നത്. പിന്നെ നമുക്ക് അത്യാവശ്യം ഉള്ള സാധനങ്ങളാണ്, ചെറിയ ചെറിയ സൈനസാണ് സ്പീനോപറൈറ്റൽ സൈനസ്. അത് പറയുമ്പോഴത്തേക്കും ലെസർ വിങ് ഓഫ് സ്പീനോയിഡിൻ്റെ പോസ്റ്റീരിയർ ഫ്രീ മാർജിനിലാണ് കാണുന്നത്. അത് നമ്മുടെ ആൻറ്റീരിയർ പാർട്ട് ഓഫ് കവർണസ് സൈനസിൻ്റെ നമ്മൾ നേരെ ട്രിബ്യൂട്ടറി ആയിട്ട് പറഞ്ഞായിരുന്നു സ്പീനോപറൈറ്റൽ സൈനസ് അവിടെ ഡ്രെയിൻ ചെയ്യുന്നു. പിന്നെ സുപ്പീരിയർ പീട്രോസൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കവർണസ് സൈനസ് അല്ല, ആൻറ്റീരിയർ പാർട്ട് ഓഫ് അറ്റാച്ച്ഡ് മാർജിൻ ഓഫ് ടെൻഡോറിയൻ സെറിബെല്ലയുടെ ആൻറ്റീരിയർ ഫ്രീ പാർട്ടിൻ്റെ അടുത്ത് കാണുന്നതാണ് സുപ്പീരിയർ പീട്രോസൽ സൈനസ്. പിന്നെ ഇൻഫീരിയർ പീട്രോസൽ സൈനസ് നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു, മറ്റേ ബേസിലാർ വീനസ് പ്ലെക്സസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കവർണസ് സൈനസ് ബേസിലാർ വീനസ് പ്ലെക്സസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇൻഫീരിയർ പീട്രോസൽ സൈനസ്. പിന്നെ വരുന്നത് പീട്രോസ് കാമസ് എന്ന് പറയുന്നത്, പീട്രോസ് കാമസ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഇതുണ്ട്. അത് ഉണ്ടെങ്കിൽ അവിടെ കാണുന്നതാണ് പീട്രോസ് കാമസ് സൈനസ്. അവിടെ അത് ട്രാൻസ്ഫർ സൈനസിലോട്ട് ട്രെയിൻ ചെയ്യും. അവിടെ ആൻറ്റീരിയർ ആൻഡ് പോസിറ്റീവ് ഇൻട്രക്കവാണ് സൈനസ്. അത് നമ്മുടെ ഓപ്പോസിറ്റ് കവർണസ് സൈനസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അത് നമ്മുടെ ഈ പിറ്റ്യൂട്ടറി സ്റ്റാക്കിൻ്റെ ആൻറ്റീരിയറിലും പോസ്റ്റീരിയറിലായിട്ടാണ് റെസ്പെക്റ്റീവായിട്ടാണ് കാണുന്നത്. അത് അപ്പോൾ നമ്മൾ ഇത് ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ. പിന്നെ 2 സൈഡിലെ കവർണസ് സൈനസും പ്ലസ് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ലെഫ്റ്റ് കവർണസ് സൈനസ്, റൈറ്റ് കവർണസ് സൈനസ്, ഇത് ആൻറ്റീരിയർ ഇൻട്ര കവർണസ്, പോസ്റ്റീരിയർ ഇൻട്ര കവർണസ്, എല്ലാം കൂടെ ആക്ച്വലി ഒരു സർക്കിളാണ് ഫോം ചെയ്യുന്നത്. അത് കാരണം എല്ലാം കൂടെ ചേർന്ന് സർക്കുലാർ സൈനസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതാണ് ടോട്ടലി 21 സൈനസ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർണസ് സൈനസും സിഗ്മോയിഡ് സൈനസ്, സുപ്പീരിയർ സജറ്റൽ സൈനസ് ബാക്കിയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് ബാക്കി എല്ലാ സൈനസ് ചോദിക്കുകയാണെങ്കിലും എക്സ്ട്രാ മാർക്കിന് വേണ്ടി ആഡ് ചെയ്യാം. ബാക്കി കവർണസ് സൈനസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക, ഡയഗ്രാം നോക്കി വയ്ക്കുക. താങ്ക് യു.